ഇനി നമ്മൾ എന്താ പറയാ, ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ തന്നെ സ്വന്തമായിട്ടൊരു ആളാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് വളർന്ന് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയി കമൽ സാറിന്റെ തന്നെ വെരുമാണ്ടി എന്ന സിനിമയിലൂടെ നമ്മുടെയൊക്കെ പ്രിയ താരമായി മാറിയ നായിക അഭിരാമി. Can we have actress Abhirami on the stage please? നമ്മുടെ തിരുവനന്തപുരത്തിലെ ക്രൈസ്റ്റ് നഗർ സ്കൂളിലും ഭാരതീയ വിദ്യാഭവനിലും various കോളേജിലും ഒക്കെ പഠിച്ച് വളർന്ന് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ one of the biggest filmsലെ ഒരു important characterമായി അഭിരാമി തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് വെൽക്കം ഹോം. അത് രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാല് കമൽ സാറിന്റെ ഗുണ എന്ന സിനിമയിലെ അഭിരാമി എന്ന പേരിലെ ക്യാരക്ടർ വെച്ചിട്ടാണ് അഭിരാമിയുടെ പേര് തന്നെ വന്നിരിക്കുന്ന ഒരു കഥ കൂടിയാണ് അല്ലെ. എന്ത് തോന്നുന്നു, ഇത് വീട്ടിലേക്ക് വന്ന പോലെയാണ്. വെരി സ്പെഷ്യൽ വെൽക്കം ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോ തിരിച്ച് വീട്ടിൽ വന്ന് ആദ്യം അന്വേഷിക്കുന്ന അമ്മേനെയാണ് അല്ലെ. അമ്മയുടെ എന്നുള്ളൊരു ചോദ്യമാണ്. സോ ഒരുപാട് ഇൻഡസ്ട്രിയിലൊക്കെ പോയി ഒരുപാട് സിനിമകൾ വലിയ വലിയ ആൾക്കാരോട് ചെയ്ത് തിരിച്ച് വീട് ഈ അമ്മയുടെ അടുത്ത് വരുമ്പോ എന്താണ് തിരുവനന്തപുരത്തുകാരോട് പറയാനുള്ളത്? ഞാൻ അതിനാണ് പറയാൻ ഉദ്ദേശിച്ചത്. ദയവേത് എന്നെ ഒരു വെൽക്കം പറയരുത്, ബിക്കോസ് ഇത് എൻ്റെ നാടാണ്. ഞാൻ ജനിച്ച് വളർന്ന തിരുവനന്തപുരമാണ്. ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് പോലെ തന്നെയാണ്. ഞാൻ ഈ കനവക്കുന്നിലൊക്കെ കളിച്ചു വളർന്ന് നടന്ന ആളാണ്. ഞാൻ കൗടിയാറിലാണ് വളർന്നത്. സോ ഡെയിലി അച്ഛനും അമ്മയും എന്നെ എണീപ്പിച്ച് ഇവിടെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരും. ഈ വേദിയിൽ തന്നെ ഞാൻ പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. ഇൻഫാക്റ്റ് അതിലെല്ലാം ഉപരി ഞാൻ ഇന്ന് ഒരു അഭിനേത്രിയായിട്ട് ഇവിടെ നിൽക്കുന്നതിനും തിരുവനന്തപുരത്തിനും മലയാളികൾക്കും വലിയൊരു പങ്കുണ്ട്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഈ വളർച്ചയ്ക്ക് നിങ്ങളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോ അതിന് ഫസ്റ്റ് നന്ദി നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പറയേണ്ടത്, എന്നെ മലയാളികളുടെ അടുത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു ഗംഭീര സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പല വേദികളിലും നന്ദി പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മേളിലായി നമ്മൾ ഈ പടത്തിന് പ്രൊമോഷൻസായി ഇന്ത്യ എമ്പാടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായി കലയ്ക്ക് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് നല്ലൊരു കലാപ്രകടനമായിരുന്നു ആ റിഗാറ്റ കാഴ്ചവെച്ചത്. അത് മലയാളികളുടെ ഒരു മഹത്വം തന്നെയാണ്. ഇത്രയും ഭംഗിയായിട്ട് ഡെഫിനറ്റ്ലി അത് എനിക്ക് അത്രയും പ്രൗഡായിട്ട് തോന്നുന്നു. ബിക്കോസ് നമ്മൾ ബോംബെ പോയി, ഡൽഹി പോയി, ആന്ധ്രാപ്രദേശിൽ പോയി, ബാംഗ്ലൂർ, എല്ലായിടത്തും ഫാൻസ് ഉണ്ട്, എല്ലായിടത്തും കലാ ആസ്വാദകരുണ്ട്. പക്ഷേ കലാകാരന്മാരെയും കലാകാരികളെയും ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിലും കലയുണ്ട്. ഇത് ഞങ്ങളുടെ കലാ സമർപ്പണമാണെന്ന് പറയുന്നത് മലയാളികളെ കൊണ്ടേ പറ്റുള്ളൂ. സോ അത് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നിയത്. ഇതിലൊരു രസം എന്ന് പറഞ്ഞാല് തന്റെ സ്വന്തം സ്ഥലത്തേക്ക് എത്തുമ്പോ പടം ആരുടെയാണ്? കമൽ സാറിന് മുമ്പിൽ ഇരിക്കുന്നത് ആരാണ്? എങ്ങനെയുണ്ട് തഗ് ലൈഫിലെ തഗ്ഗായിട്ടാണോ എനിക്കറിയില്ല. അതൊക്കെ മണി സാറോട് ഉണ്ടായിരുന്നെങ്കിൽ മിണ്ടരുതെന്ന് പറയുമായിരുന്നു. പക്ഷെ എങ്കിലും എന്തായിരിക്കും തഗ് ലൈഫിലെ ക്യാരക്ടറോ അല്ലെങ്കിൽ കമൽ സാറായിട്ട് എന്തെങ്കിലും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു രണ്ട് വാക്ക് പറയാനാണെങ്കിൽ? ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടി പാഴ്സലിൽ വരും, അതുകൊണ്ട് ഞാൻ പറയൂല. സാറ് ഓഡിയോ ഫംഗ്ഷനിൽ കമൽ സാറ് ജീവ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേര് മാത്രം വെളിപ്പെടുത്തി, അത്രേ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ജൂൺ 5 വന്നു. നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഷോ കാണാൻ പോവല്ലേ? അപ്പം ജൂൺ 5 എല്ലാം മനസ്സിലാവും. ആക്ച്വലി ജോജേട്ടനെ കുറിച്ച് ഗോപാലൻ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു കഥ ഓർമ്മ വന്നു. ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് ജോജേട്ടനും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ജോജേട്ടൻ്റെ അടുത്ത് കമൽ സാറ് വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ജോജേട്ടൻ എന്നെ വന്നിട്ട് അഭിരാമി കമൽ സാർ എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ മുഖത്തെ ആ ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷം. ജോജേട്ടാ, എനിക്ക് അത്രയും സന്തോഷമുണ്ട് ജോജേട്ടൻ്റെ ഈ ഒരു ഉയർച്ചയിൽ. ഇനി ചെന്നൈയിലൊരു വീട് വാങ്ങിക്കും. മലയാളികൾക്ക് ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മള് ചെന്നൈയിലെ ഓഡിയോ ലോഞ്ചിലൊക്കെ കമൽ സാർ ജോർജേട്ടനെ പറ്റി പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം വരുന്നുണ്ട്. ആക്ച്വലി മലയാളികൾ പ്രൗഡാണ് ഓർത്തിട്ട്. സത്യം. ജോജേട്ടൻ മാത്രമല്ല, ഈ സിനിമയിൽ എനിക്ക് കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ എല്ലാവരും, തൃഷ ആവട്ടെ, സിലംബരസനാകട്ടെ, അവരുടെ എല്ലാവരും സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃഷ ഒക്കെ ഒരു 25 വർഷ കാലയളവ് മേളിൽ ആ പടി ചവിട്ടി മേളിൽ കയറി അവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. ഷീ ഹസ് ബീൻ റൂളിംഗ് ഫോർ 25 years. എന്തൊരു അത്ഭുതമാണ്. സോ പ്രൗഡ് ഓഫ് യു തൃഷ. സോ അമേസിംഗ് ടു വർക്ക് വിത്ത് യു. സിംബു അത് തന്നെയാണ്. 3 വയസ്സിലും ക്യാമറയുടെ മുന്നിലെത്തിയ ആളാണ്. ഇതിൽ
നോക്കേ, ഒരു പക്കം സിംബു, ഒരു പക്കം കമൽ സാർ. ആ ഒരു ഉയർച്ച, എന്തൊരു ഉയർച്ചയാണ്. കമൽ സാറിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഞാൻ കമൽ സാറിനെ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ ഇവിടുത്തെ ശ്രീ പത്മനാഭ തിയേറ്ററിലാണ്. സാറിൻ്റെ ഒരു പടത്തിൻ്റെ സ്ക്രീനിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫാൻ ഗേളിൻ്റെ മൂർധന്യത്തിൽ പോയിട്ട് സാറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഇതുവരെ വന്നെത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് സാർ. എൻ്റെ കരിയറിൽ സാറിൻ്റെ ബ്ലെസ്സിങ് ഇല്ലാതെ എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റില്ലായിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. അബ്രാമി, ഇവിടെ ഉള്ളതിൽ കമൽ സാർ നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയാം. കൃഷ്ണ ഓൾസോ വെരി ഗുഡ് സിംഗർ. ജോജോ ഏട്ടനൊക്കെ പാടാറുണ്ട്. അബ്രാമി ഓൾസോ ഇസ് എ വെരി ഗുഡ് സിംഗർ. ഇതിൽ രണ്ടുപേരും നമ്മൾ തിരുവനന്തപുരത്ത് നമുക്ക് തീർച്ചയായിട്ടും വേണം. പാടും നമുക്ക് അറിയുമ്പോൾ ഒരാളെ ഇവിടെ പാടാൻ നമ്മൾ വിടാറില്ല. അതും നമ്മുടെ ഈ മണ്ണിൽ വന്നിട്ട് ഒരു പാട്ടെങ്കിലും പാടാതെ പോണ മോശമാണ്. സോ നമുക്ക് പാട്ട് വേണ്ടേ? റൈറ്റ്, ഒരു കൈയടി കൊടുത്താലോ, ഒരു കുറച്ചൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട്. യെസ്, ഞാൻ ലിറിക്സ് നോക്കിക്കോട്ടെ. നോക്കി ഞാൻ പാടാം, പാടാം. ഞാൻ പാടാം. ഓക്കെ, ഇതിൽ തന്നെ ഒരു പാട്ടായാലോ? രണ്ടുപേരെ. ബ്യൂട്ടിഫുൾ. യെസ്. അഞ്ചു വണ്ണപ്പൂവേ തിരപ്പൂവേ കാക്കാവാരെ കാപ്പാവാരെ ഏങ്കാരെ വഴി വഴിയെല്ലാം വെടിനടി വെടിനടി പടുകുഴി പടുകുഴി തോട്ടോ എങ്കെ പൂവോ എങ്കെ വാസോ എങ്കെ. നമ്മൾ ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് വിളിക്കും ചെയ്യുന്നതായിരിക്കും. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, can we have a round of applause for actress അഭിരാമി? Right. ഒരു ഗംഭീര ഗായകി ഇപ്പോൾ അബ്രാമി. ഓക്കെ, ഞാൻ നിങ്ങൾ കുറച്ചുപേരുടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആരെയോ മിസ് ചെയ്തുള്ള ഒരു പവർ കണ്ട്. റൗണ്ട് ഓഫ് അപ്ലോസ് let me hear for Chibo. കേട്ട് അപ്പോ